ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഗ്രാമറിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനോടൊപ്പം തന്നെ ഗ്രാമറിൻ്റെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഗ്രാമർ കൂടി അത്യാവശ്യമാണ്. ഗ്രാമർ കൂടി ചേരുമ്പോഴാണ് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പറ്റുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം എന്താണ് ഗ്രാമർ, ഗ്രാമർ ഇംഗ്ലീഷിനുള്ള പ്രാധാന്യം എന്നതിനെ പറ്റിയാണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ്. ഇംഗ്ലീഷ് പൊതുവേ സംസാരിക്കുമ്പോൾ ഗ്രാമർ അത്യാവശ്യമാണ്. ഒരു സെൻറ്റൻസ് തരുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോഴോ ഗ്രാമർ ഏത് സ്ഥാനത്ത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്രാമർ കറക്റ്റായി ഉപയോഗിക്കുന്നത് വഴി ഒരു സെൻറ്റൻസിനെ കൂടുതൽ ഭംഗിയായി മാറ്റുന്നു. സോ ഗ്രാമർ ഇംഗ്ലീഷിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഗ്രാമർ? ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ അത് മിസ്റ്റേക്ക് കൂടാതെ പറയാൻ പറ്റണം. എന്ന് വെച്ചാൽ അതൊരു സ്റ്റഡി ഓഫ് വേർഡ്സ് ആണ്. ആ വേർഡ്സിനെ നമ്മൾ എങ്ങനെ സെൻറ്റൻസിൽ യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ആ വേർഡ്സിനെ നമ്മൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. സോ ഗ്രാമർ മിസ്റ്റേക്ക് കൂടാതെ പറയാൻ പറ്റുമ്പോഴാണ് ഒരാൾക്ക് ഭാഷാ ലളിതമായ രീതിയിലേക്ക് മാറാൻ സാധിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് ഞാൻ റിപ്ലൈ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം എന്താണ് വവൽസിനെ പറ്റിയിട്ടാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.